പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി ആവർത്തന പുസ്തകം 31 അധ്യായം അതിൻ്റെ 8 വാക്യം. യഹോവ തന്നെ നിനക്ക് മുമ്പായി നടക്കുന്നു, അവൻ നിന്നോട് കൂടെ ഇരിക്കും, നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല, നീ പേടിക്കരുത്, ഭ്രമിക്കുകയുമരുത്. കർത്താവായ ദൈവം നമുക്ക് വാഗ്ദത്തം തരുക, ഞാൻ നിൻ്റെ മുമ്പായി നടക്കൂ എന്ന്. ഹീ ഈസ് പേഴ്സണലി ഗോ ബിഫോർ യു. നീ പോകേണ്ട വഴിയിൽ, നീ നടക്കേണ്ട വഴിയിൽ കർത്താവ് ദൈവം തന്നെ ആദ്യം പോയി നടക്കും. അത് നീ വീഴാതിരിക്കാൻ, നീ വഴി തെറ്റാതിരിക്കാൻ കർത്താവായ ദൈവം മുമ്പേ പോയി നടന്ന് നിന്നെ വിളിക്കുക. നടന്നോ, അവൻ നിന്നോട് കൂടെ ഇരിക്കും. ഹി വിൽ ഓൾവേസ് സിറ്റ് വിത്ത് യു. എപ്പോഴും നിൻ്റെ കൂടെ ഇരിക്കും. വണ്ടി ഓടിക്കുമ്പോഴും നീ കഴിക്കാനിരിക്കുമ്പോഴും നിൻ്റെ കൂടെ ഇരിക്കുമെന്ന് ഒരു വാഗ്ദത്തമായത് കർത്താവായ ദൈവം നമുക്ക് തരുന്നത്. നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. കൈവിടുകയില്ല. ചിന്തിച്ച് നോക്കണം, കൈ എപ്പോഴാണ് നമ്മൾ നടക്കുമ്പോഴല്ല നമുക്ക് കൈ ആവശ്യം. ഒരു മകൻ തൻ്റെ അപ്പൻ്റെ കൈ പിടിക്കുന്നത് നടക്കുമ്പോഴാണ്. അപ്പോൾ നമ്മൾ നടക്കുന്ന സമയത്ത് കർത്താവായ ദൈവം നമ്മുടെ കരങ്ങളെ പിടിച്ചാണ് നടക്കുന്നത്. നിൻ്റെ കൈ വിടത്തില്ല എന്നാണ് കർത്താവ് പറയുന്നത്. നിന്നെ ഉപേക്ഷിക്കത്തില്ല എന്ന്. മനുഷ്യൻ നിൻ്റെ കൈ പിടിക്കും, പക്ഷെ സാഹചര്യം മൂലം അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷൻ വരുമ്പോൾ ആ കൈ വിട്ടുപോകും. പക്ഷെ കർത്താവായ ദൈവം പറയുന്നത് നിന്നെ കൈ വിടത്തില്ല, നിന്നെ ഉപേക്ഷിക്കത്തില്ല. അതുകൊണ്ട് നീ പേടിക്കരുത്, ഭ്രമിക്കുകയും വരുത്. കാരണം എൻ്റെ ദൈവം നിനക്കായി വഴി തുറക്കും, നിനക്കായി മുമ്പോട്ട് നടക്കും, നിന്നെ കൈവിടാതെ നിന്നെ എന്നും ആരോട് ചേർത്ത് നിൻ്റെ കൂടെ ഇരിക്കുമെന്ന കർത്താവ് പറയുന്നു. ഈ വാഗ്ദത്തിൽ വിശ്വസിക്കാമോ? ഇന്നത്തെ ദിവസം നിൻ്റെ ജോലി മേഖലയിൽ, നീ പോകുന്ന വഴിയിൽ, നീ നടക്കേണ്ട വഴിയിൽ നിൻ്റെ ദൈവമായ കർത്താവ് നിന്നോട് കൂടെ ഇരിക്കും, നിൻ്റെ മുമ്പായി നടക്കും. ആ ഉറപ്പും ആ വിശ്വാസം ഈ വചനത്താൽ ദൈവം നമുക്ക് തരുന്നുണ്ട്. ഈ വചനത്തിൽ നമുക്ക് വിശ്വസിക്കാം, വചനത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എന്നെ കൈവിടാതെ കാത്തുരക്ഷിക്കട്ടെ, ദൈവം എൻ്റെ കൂടെ ദിനംതോറും നിൽക്കണം എന്ന വിശ്വാസവും ഉറപ്പും ദൈവം തന്നതുപോലെ ഈ ഉറപ്പിൽ നമുക്കും ജീവിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.